പത്തനംതിട്ടയിൽ CPIM നേതാവിന്റെ ഭീഷണിക്ക് പിന്നാലെ അവധിയിൽ പോയ നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് തിരികെ ജോലിയിൽ പ്രവേശിച്ചു. തനിക്ക് തെറ്റിപ്പറ്റിപ്പോയെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് സഞ്ജുവിനോട് സംസാരിച്ച രീതി തെറ്റായിപ്പോയെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. സഞ്ജു രാഷ്ട്രീയക്കാരനാണോന്നോ CPIM ഏരിയ സെക്രട്ടറി ആണെന്നോ വാദിച്ചിരുന്നില്ല. മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ലെന്നും കെട്ടിട നികുതി അടയ്ക്കാമെന്ന് സഞ്ജു അറിയിച്ചെന്നും ജോസഫ് ജോർജ്. അന്നേരത്തെ അതായത് ഒരു മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഒരു വില്ലേജ് ഓഫീസർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ചത് മാത്രമാണ്. അപ്പോൾ അത് സഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ സഞ്ജുവിന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ അത് അന്നേരത്തെ ഒരു മാനസിക സംഘർഷം കൊണ്ടുണ്ടായതാണെന്നുള്ള രീതിയിൽ സഞ്ജുവും പറഞ്ഞു. പിന്നെ എൻ്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആ തരത്തിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് സഞ്ജുവിനോട്. എല്ലാം പരസ്പരം മറക്കുക, ക്ഷമിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. മാനുഷികമായിട്ടുള്ള നമ്മുടെ തെറ്റുകൾ നമ്മൾ പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ജോയിൻ ചെയ്ത്. സഞ്ജുവിനോട് സംസാരിച്ചപ്പോൾ ഇന്ന് പൈസ അടയ്ക്കാമെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. സഞ്ജുവിന് പരാതിയില്ല, ജോസഫ് ജോർജിനും പരാതിയില്ല, എല്ലാം കോംപ്രമൈസ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. വൈകാരികമായുള്ള പ്രതികരണങ്ങൾ മാത്രമായിരുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ബിന്നിൽ. അങ്ങനെ തന്നെയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സംസാരിച്ച് തീർത്തു. സഞ്ജുവിനെ നേരിട്ട് വിളിച്ചു. കെട്ടിട നികുതി അടയ്ക്കാമെന്ന് സഞ്ജു സമ്മതിച്ചു. സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായി സംസാരിച്ചതിൽ സഞ്ജു ഖേദം പ്രകടിപ്പിച്ചു. തൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രകോപനപരമായ സംസാരത്തിൽ തനിക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞവസാനിപ്പിക്കുകയാണ് CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജും. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് മാർച്ച് മാസം ഉണ്ടാകുന്ന ഒരു വില്ലേജ് ഓഫീസർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്നാണ് തൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ മോശമായ സംസാരമുണ്ടായത്. സഞ്ജു CPIMൻ്റെ ഏരിയ സെക്രട്ടറി ആണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ താൻ അങ്ങോട്ടേക്ക് പറയുകയായിരുന്നു. തൻ്റെ ഭാഗത്തു നിന്നുമാണ് ആദ്യമായി അങ്ങനെ വലിയ രാഷ്ട്രീയക്കാരനായിരിക്കാമെന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ടായത്. അത് തൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു വീഴ്ചയാണ്. അതിനെ തുടർന്ന് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ സംസാരമുണ്ടായി. വില്ലേജ് ഓഫീസിൽ കയറി വെട്ടും എന്ന തരത്തിലുള്ള പ്രകോപനപരമായ സംസാരം വരെ ഉണ്ടായി. അപ്പോൾ അതിൽ ഇരുവർക്കും ഖേദമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ തുടർന്ന് ജോലി ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് സഞ്ജുവും CPIMും ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിന്മേൽ തനിക്കിവിടെ ജോലി ചെയ്യുന്നതിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസറായി മുന്നോട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. താൻ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച അപേക്ഷയിൽ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പിൻവലിക്കും. അതിനുവേണ്ട പിൻവലിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ ചെയ്യും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജോസഫ് ജോർജ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. അത്തരത്തിൽ അങ്ങനെയുള്ള പ്രതികരണം, വൈകാരികമായ പ്രതികരണം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കെട്ടിട നികുതി അടയ്ക്കാൻ വ്യക്തമാണ് ശ്രീരാജ്, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിരിക്കുന്നു. ഇനി തനിക്ക് പരാതിയില്ല, തനിക്ക് സ്ഥലം മാറ്റം വേണ്ട എന്ന കാര്യം കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ജോസഫ് ജോർജ്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.